നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ തിരശ്ശീല വീണത് അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് 14 വർഷമായി നടത്തിവന്ന ശ്രമങ്ങൾക്ക് കൂടിയാണ്. പിതാവ് ഫാഹിസ് അൽ അസദിന്റെ പിന്തുടർച്ചാവകാശിയായി 2000-ലാണ് നേത്രരോഗ വിദഗ്ധൻ കൂടിയായ ബഷർ അൽ അസദ് സിറിയൻ പ്രസിഡന്റായി സ്ഥാനാരോപിതനാകുന്നത്. സിറിയയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുന്ന ഭരണാധികാരി എന്നാണ് ആദ്യം ജനങ്ങൾ ഇദ്ദേഹത്തെ കരുതിയത്. പക്ഷേ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് നടന്നത്. അസദ് സർക്കാരിന്റെ വീഴ്ച സിറിയൻ ചരിത്രത്തിലെ പുതിയ കാലഘട്ടത്തിന്റെ തുടക്കം എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. രാജ്യത്ത് നിന്ന് കുടിയിറക്കപ്പെട്ട പൗരന്മാർക്ക് തിരിച്ചുവരാൻ സാധിക്കുന്നതടക്കം എല്ലാ സിറിയക്കാർക്കും വേണ്ടിയുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് HTS മേധാവി അൽ ജുലാനി പറയുന്നത്. HTS അഥവാ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ വിഘടനവാദ സ്വഭാവവും അൽ-ഖ്വയ്ദയുമായി നേരത്തെ ഉണ്ടായിരുന്ന ബന്ധവും ആശങ്കയുണർത്തുന്നത് തന്നെയാണ്. എന്നാൽ പുതിയ സിറിയ ആണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് HTS ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബഷർ അൽ അസദ് പുറത്താകുന്നതോടെ സിറിയയിൽ അവസാനമാകുന്നത് 54 വർഷത്തെ കുടുംബവാഴ്ചയ്ക്ക് കൂടിയാണ്. ഇതിന് കാരണക്കാരനായ വ്യക്തിയാണ് ഗൊലാനി. 1982-ൽ സൗദിയിലെ റിയാദിലാണ് ജനിക്കുന്നത്. എണ്ണ കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. മികച്ച വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. പഠനത്തിൽ മിടുക്കനായിരുന്നു. യഥാർത്ഥ പേര് അഹമ്മദ് അൽ ഷാറ എന്നായിരുന്നു. പിതാവിന്റെ നാടായ ഡമാസ്കസിലാണ് വളർന്നു വന്നത്. 2001-ലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തീവ്രവാദ ചിന്തകളിലേക്ക് ആകൃഷ്ടനായി. പിന്നാലെ ഡമാസ്കസിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ചർച്ചകളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഗൊലാനി പങ്കെടുത്തു. അൽ-ഖ്വയ്ദയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനാൽ 2003-ൽ ഇറാഖിൽ അമേരിക്ക അധിനിവേശം നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇറാഖിലേക്ക് എത്തുന്നു. ഇറാഖിൽ വെച്ച് അൽ-ഖ്വയ്ദയുമായി സഖ്യം ചേർന്നു. എന്നാൽ ഇറാഖ് സേനയുടെ കസ്റ്റഡിയിലായതിനെ തുടർന്ന് 5 വർഷം ഗൊലാനി തടവിലായി. ഇതോടെ ജിഹാദി സംഘടനയുടെ നേതാവായി വളരാനുള്ള അവസരവും ഗൊലാനിക്ക് നഷ്ടമാകുന്നു. 2008-ൽ തടവ് ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ വീണ്ടും അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി. അന്ന് അബൂബക്കർ അൽ ബാഗ്ദാദി ആയിരുന്നു അൽ-ഖ്വയ്ദയെ നയിച്ചിരുന്നത്. 2011-ൽ ജന്മനാടായ സിറിയയിൽ അസദ് ഭരണത്തിനെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബാഗ്ദാദിയുടെ നിർദ്ദേശപ്രകാരം ഗൊലാനിയും സിറിയയിലേക്ക് തിരിച്ചെത്തി. സിറിയയിൽ ഒരു ചാവേർ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഗൊലാനിയുടെ വരവ് അൽ-ഖ്വയ്ദ സിറിയയെ അറിയിക്കുന്നത് തന്നെ. സിറിയയിലെത്തിയ ഗൊലാനി അൽ-ഖ്വയ്ദയുടെ സിറിയൻ ശാഖയായ അൽ നുസ്ര ഫ്രണ്ട് എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിതീവ്രമായ പ്രവർത്തനങ്ങളായിരുന്നു അൽ നുസ്രയിൽ ഉണ്ടായിരുന്നത്. സിറിയയിൽ അസദ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിക്കാൻ സാമ്പത്തികവും മാനുഷികവും സായുധപരവുമായ എല്ലാ സഹായങ്ങളും ബാഗ്ദാദിയാണ് നൽകിയത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിനിടെ അൽ നുസ്രത്ത് സംഘടനയും ശക്തി പ്രാപിച്ചു. അസദിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് തങ്ങളുടെ ഏക ലക്ഷ്യമെന്ന് ആദ്യം മുതൽക്ക് തന്നെ അൽ നുസ്രത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. അതോടൊപ്പം തന്നെ സിറിയയിൽ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഗൊലാനി കടന്നു. ഏറ്റവും ആദ്യം രാജ്യത്തെ പ്രധാന മേഖലയായ ഇദ്ലിബ് നഗരം അൽ നുസ്ര നിയന്ത്രണത്തിലാക്കി. ഇതിനിടെയാണ് 2013-ൽ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ഗൊലാനി വഴിപിരിയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അമീറായി ബാഗ്ദാദിയെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം ഗൊലാനി നിരസിക്കുക മാത്രമല്ല അൽ-ഖ്വയ്ദയുടെ ഐമൻ അൽ സവാഹിരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അൽ നുസ്ര ഇസ്ലാമിക് സ്റ്റേറ്റ്സിനൊപ്പം ചേരണമെന്ന ബാഗ്ദാദിയുടെ ആവശ്യവും ഗൊലാനി നിരസിച്ചിരുന്നു. ഇതിനുശേഷം സിറിയയിലെ തന്റെ അധികാരം നിലനിർത്തണം എന്നതായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. അൽ നുസ്രയാണ് അൽ-ഖ്വയ്ദയുടെ യഥാർത്ഥ പ്രതിനിധി എന്നാണ് വാദമുണ്ടായിരുന്നത്. അസാദിനെ പുറത്താക്കി ശരിയത്ത് നിയമത്തിന് കീഴിൽ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. 2017-ൽ വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ ഫ്രീ സിറിയൻ ആർമി എന്ന ഇസ്ലാമിസ്റ്റ് സംഘടനയുമായി ഗൊലാനിയുടെ HTS കൈകോർത്തു. അസദ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടുപോയ ഇദ്ലിബിന്റെ ഭരണം ഗൊലാനിയിലേക്ക് എത്തിച്ചേർന്നു. ഇദ്ലിബ് മേഖലയുടെ അമീറായി ഗൊലാനി അധികാരമേൽക്കുകയും ചെയ്തു. ഇദ്ലിബിലെ അധികാരം നിലനിർത്താൻ ആഗ്രഹിച്ച ഗൊലാനിക്ക് മുന്നിലെ മറ്റൊരു പ്രതിസന്ധിയായിരുന്നു അൽ നുസ്രയ്ക്കൊപ്പമുള്ള അൽ-ഖ്വയ്ദ എന്ന പേര്. ഒരിക്കൽ അൽ-ഖ്വയ്ദയ്ക്ക് വേണ്ടി വാദിച്ചുവെങ്കിലും
അധികാരഭ്രമത്തിൽ അതൊരു ബാധ്യതയാണ് എന്ന് ഗോലാനിക്ക് പിന്നീട് അനുഭവപ്പെട്ടു. അൽ-ഖ്വയ്ദയുടെ വാലുപിടിച്ച് പ്രവർത്തിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ആക്രമിക്കുന്നതിലേക്ക് നയിക്കുമെന്നും യഥാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തടസ്സമാകുമെന്നും ഗോലാനി ഭയന്നു. തുടർന്ന് സംഘടനയുടെ പേര് ജബത്ത് അൽ നുസ്ര എന്നതിൽ നിന്നും മാറ്റി ഫത്തെ അൽ ഷാം എന്നാക്കി മാറ്റി. 2017 വീണ്ടും പേര് മാറ്റി ഹയത് അൽ താഹിർ അൽ ഷാം എന്നാക്കി മാറ്റി. പുതിയ സംഘടനയ്ക്ക് അൽ-ഖ്വയ്ദയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് അന്നു മുതൽ ഗോലാനി പറയാൻ തുടങ്ങി. പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ അല്ല, അസദിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ മാത്രമാണ് HTS പ്രവർത്തിക്കുന്നത് എന്നാണ് പിന്നീട് ഗോലാനി വ്യക്തമാക്കിയത്. വിശ്വസനീയമായ ഒരു രാഷ്ട്രീയ നേതാവാകാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൽ കണ്ടത്. ഇദ്ലിബിൽ ഗോലാനി സർക്കാരുണ്ടാക്കി, ഉദ്യോഗസ്ഥ സംഘത്തെ രൂപപ്പെടുത്തി, ശരീഅത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള ന്യായ സംഹിതകൾ ഉണ്ടാക്കി. മറ്റൊരു കറൻസി പോലും ഇദ്ലിബിന് വേണ്ടി എത്തിച്ചു. ടർക്കിഷ് കറൻസിയായ ലിറയാണ് ഗോലാനി ഇദ്ലിബിന്റെ ഔദ്യോഗിക കറൻസിയാക്കി തെരഞ്ഞെടുത്തത്. നയതന്ത്രത്തിലും ഗോലാനി വളരെയധികം മിടുക്ക് കാണിച്ചിരുന്നു. ഭരണകൂടത്തിന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയും ഇറാനും സിറിയയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിനിരയായപ്പോൾ അദ്ദേഹം അതിലൊന്നും ഇടപെടാതിരുന്നു. ഇസ്രയേലിനെയും US-നെയും അസ്വസ്ഥരാക്കാതിരിക്കാനാണ് ഗോലാനി അങ്ങേയറ്റം ശ്രമിച്ചത്. അതിനാൽ തന്നെ ഇസ്രയേലും US-ഉം ഗോലാനിയെ ലക്ഷ്യം വെച്ചില്ല. ഗോലാനി അമേരിക്കയുടെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നേതാക്കളിൽ ഒരാളാണ്. പക്ഷേ സിറിയയിൽ ഒഴികെ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഗോലാനി ഒരിക്കലും തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇസ്ലാമിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതുവരെ പിന്തുടരുന്നിടത്തോളം കാലം സിറിയൻ അലബികൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന് 2015 നൽകിയ അഭിമുഖത്തിൽ ഗോലാനി അഭിപ്രായപ്പെട്ടു. ശരീഅത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള ഭരണം, അതാണ് HTSന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. സിറിയയിൽ ആഭ്യന്തര യുദ്ധം മരവിപ്പിച്ച ഘട്ടത്തിൽ എത്തി നിന്നപ്പോൾ ആക്രമണത്തിന്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയായിരുന്നു ഗോലാനിയും HSTയും. 2024 നവംബറിൽ ഗോലാനി തന്റെ നീക്കം നടത്തി. HTSനെ സംബന്ധിച്ച് അത് കൃത്യമായ സമയമായിരുന്നു. അസദ് സർക്കാരിനെ സഹായിക്കാനുള്ളവരെല്ലാം താരതമ്യേന തകർന്നിരിക്കുന്ന സ്ഥിതിയാണ്. റഷ്യയും ഇറാനും ഒന്നും തന്നെ അസദിനെ സഹായിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഇസ്രയേലുമായുള്ള ദീർഘകാലത്തെ പോരാട്ടത്തിന്റെ ക്ഷീണത്തിലാണ് ഹിസ്ബുള്ളയും ഉള്ളത്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സിറിയയിലെ നിരവധി മുതിർന്ന കമാൻഡർമാരെ ഇറാന് നഷ്ടപ്പെട്ടിരുന്നു. റഷ്യയാവട്ടെ യുക്രൈനായുള്ള യുദ്ധത്തിലാണ്. അസദ് ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് ഗോലാനി കണക്കാക്കി. തെറ്റിയില്ല. ദിവസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിനൊടുവിൽ 11 ദിവസത്തിനൊടുവിൽ തലസ്ഥാനമായ ഡമാസ്കസ് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകൾ HTS നിയന്ത്രണത്തിലാക്കി. പ്രസിഡന്റ് ബാഷർ അൽ അസദ് സർക്കാർ വീണു. വിമുത മുന്നേറ്റത്തിനിടെ അസദ് നാടുവിട്ടു. അധികാരം കൈമാറാൻ തയ്യാറാണ് എന്നും ജനവിധി അംഗീകരിക്കുമെന്നും അവരുടെ ഇംഗിതത്തിനൊപ്പം സഹകരിക്കുമെന്നും സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി അറിയിച്ചു. ഇതോടെ വിജയം വിമതർക്കൊപ്പം എന്ന അംഗീകാരവും ലഭിച്ചു. രാജ്യം കൈപ്പിടിയിലാകുന്നതോടെ പ്രായോഗികവാദി പഴയ തീവ്രവാദ സ്വഭാവത്തിലേക്ക് മടങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അസദും മിതവാദിയായി തുടങ്ങി പിന്നീട് ഏകാധിപതിയായി മാറിയതാണ്. ഗോലാനി തെരഞ്ഞെടുക്കുന്ന വഴി ഏതാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.